ഇന്ന് ലൈവ് മൊത്തം നോക്കിയിരിക്കുകയായിരുന്നു, കണ്ണിൽ എണ്ണ ഇടിച്ചിട്ട്. ടാസ്കും ഇല്ല, ഒന്നുമില്ല. അവരങ്ങോട്ട് ബോള് കളിയും പിന്നെ പാട്ടും അത് മാത്രമായിട്ട് എല്ലാവരും ഒതുങ്ങിക്കൂടി. ആകെ ഒരു ശോകമയമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. ടാസ്ക് കാണുന്നില്ല, പ്രൊമോ വരുന്നില്ല, ഒന്നുമില്ല. ജിൻഡോയുടെ പ്രൊമോ ഉണ്ട്, ജിൻഡോയുടെ രാമനാഥൻ പ്രൊമോ. അപ്പോൾ ഈ ശാന്തത എന്തിനായിരിക്കും? ഈ ഒരു ഭയങ്കര നിശബ്ദത ഇനി എന്തെങ്കിലും വലുതായിട്ട് വരാൻ കിടക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു നടുക്ക് അല്ലെങ്കിൽ വൈൽഡ് കാർഡോ റീ എൻട്രിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഞാൻ ഭയങ്കരമായ ശാന്തത ഫീൽ ചെയ്യുന്നു ബിഗ് ബോസിനകത്ത്. ചലഞ്ച് പോലും നടത്തുന്നില്ല. ഇനിയിപ്പോൾ നടത്തുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇതുവരെ ഒരു പ്രൊമോയും വന്നിട്ടുമില്ല. ഇനി പ്രൊമോ വരുമോന്നും അറിയില്ല. എന്തായിരുന്നാലും കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മുടെ പവർ ടീമുകാർ ആകെ തളർന്നിരിക്കുകയാണ്. ഇപ്പം അതിനകത്ത് ആർക്കും പോണ്ട, അവിടെ നിന്ന് പുറത്തുള്ളവർക്ക് അങ്ങോട്ട് വരെയും വേണ്ട. മൊത്തത്തിലൊരു ശോകമുഖ അന്തരീക്ഷം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളടുത്ത് പറയാം, എൻ്റെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം. എനിക്കത് മഴവിൽ കേരളത്തിലാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. രണ്ടാമത്തെ ആദ്യം സൈഡിലായിരുന്നു ഇൻ്റർവ്യൂ കൊടുത്തത്. അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് എല്ലാവരോടും താങ്ക് യു പറയാണ്. അപ്പോൾ നിങ്ങൾ കാരണമാണ് ഞാൻ അവിടെ എത്തിയത്. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ എത്തിയത് നിങ്ങൾ കാരണമാണ്, നിങ്ങൾ തന്ന സപ്പോർട്ട് കാരണമാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, അനുഗ്രഹിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. എല്ലാവരും പോയി കാണണം. ഞാൻ അനുഭവിച്ച യാതനകളും പീഡനങ്ങളും ഒന്നുമില്ലടാ, എൻ്റെ എക്സ്പീരിയൻസ് എല്ലാം അതിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ എൻ്റെ ഫാമിലിയുടെ ഒപ്പം. ഓക്കെ, അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും പോയി കാണണം. അപ്പോൾ ഇനി അടുത്തത് ടാസ്കേ ഇല്ല. ഞാനിവിടെ ടാസ്ക് എപ്പോൾ വരും, ഇവരും പറയുന്നുണ്ട് ബിഗ് ബോസേ ഒരു ടാസ്ക് താ, ബിഗ് ബോസേ ഒരു ടാസ്ക് താ, എന്തെങ്കിലും ഒരു ടാസ്ക് താ. മനുഷ്യരിങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുള്ളൂ? അതുവരെ നമ്മൾ ആ വീട്ടിനകത്ത് കയറിയതാണ്. ഇപ്പം ഞാൻ ആ വീട്ടിനകത്ത് പോയതാണ്. എനിക്കറിയാം വല്ലാത്തൊരു മൂകതയാണ്. അതായത് ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ നമുക്കിങ്ങനെ വട്ടുപിടിക്കുന്ന അവസ്ഥ. ഒന്നുമില്ല, വലിയ ഒരു ഏരിയ, അതിനകത്ത് ഇങ്ങനെ ക്ലോസ്ഡ് ഏരിയ അല്ലേ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ, നമ്മൾ കാണിച്ചേക്ക് ഭക്ഷണം തന്ന് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥ. ഒന്നും പറയാനില്ല, ഒന്നും ചെയ്യാനില്ല, ഒന്നുമില്ല. എത്ര നേരം പാട്ട് പാടും, എത്ര നേരം സിനിമാ ഡയലോഗ് കളിക്കും, എത്ര നേരം അങ്ങനെ അവർ ബോളൊക്കെ കളിക്കാൻ തുടങ്ങി. എന്താണെന്നറിയില്ല, ഒരു ടാസ്ക് ഒന്നും കൊടുത്തിട്ടില്ല. ഇനി വല്ല ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്നൊന്നും ഒരു പിടിയില്ല. ഇനിയിപ്പോൾ ചലഞ്ച് 2ഉം വീക്ക്ലി ടാസ്ക് ഇല്ല കേട്ടോ. വീക്ക്ലി ടാസ്കിന് പകരമാണ് ഈ ചലഞ്ച് ടാസ്ക്. ഒരുപാട് പേര് പിന്നെയും ചോദിക്കുന്നുണ്ട്. വീക്ക്ലി ടാസ്കിന് പകരമാണ്. ഇന്നലെ ഒരു ചലഞ്ച് കഴിഞ്ഞു, ഇന്ന് ചലഞ്ച് 2 നടക്കേണ്ടതാണ്. അതെന്തോ കൊടുത്തില്ല. ചലഞ്ച് 2-ൽ ജയിച്ച ടീമുമായിട്ടാണ് പവർ ടീം നാളെ ചലഞ്ച് 3-ൽ മത്സരിക്കേണ്ടത്. എന്നിട്ട് അതിൽ പവർ ടീം ജയിക്കുകയാണെങ്കിൽ ഈ പവർ ടീം തന്നെ കണ്ടിന്യൂ ചെയ്യും, ഇല്ലെങ്കിൽ ഈ പവർ ടീം മാറും. പക്ഷെ പവർ ടീമിന് എങ്ങനെയെങ്കിലും ഒന്ന് മാറിയാൽ മതി എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്, ജാസ്മിനും ഗബ്രിയും ഒഴിച്ചിട്ട്. പിന്നെ ഇവിടെ ആകെ കൂടെ ഇന്ന് വന്നത് ജിൻഡോയുടെ ഡാൻസ് ആണ്. രാമനാഥൻ തേടും ബാലേ അപ്സരയും ശ്രീതും കൂടെയാണ് പഠിപ്പിക്കുന്നത്. ജിൻഡോയിനെ രാമനാഥനാക്കി മാറ്റിയിരിക്കുകയാണ്. അവസാനം ബിഗ് ബോസ് തന്നെ പറഞ്ഞേക്കുകയാണ് ജിൻഡോ ഗംഭീരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം നിലവിൽ ആ വീട്ടിൽ പവർ റൂമിലൊന്നും കയറാൻ വലിയ താല്പര്യം ആർക്കില്ല. കാര്യം റിസ്ക് ആണ്. വെറുതെ എന്തിന്, അപ്പം ആർക്കും ഇല്ലടാ. പിന്നെ പറയാം, നാണക്കേടല്ലേ, താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞേക്കാം, വെറുതെ നമ്മളെ വെറുതെ താഴ്ത്തിക്കെട്ടണ്ട സ്വയം. സത്യമായിട്ടും അതിനെക്കാട്ടി നല്ലത് ആ പവർ റൂമിലുള്ള ആൾക്കാർ തന്നെ പവർ റൂമിൽ നിൽക്കണത്. അവർക്ക് പിന്നെയും ഒരു അത് താങ്ങാനുള്ളത്. മറ്റുള്ളവർക്കൊന്നും വെറുതെ പോയിട്ട് റിസ്ക് എടുക്കണം. എന്തിനാണ് ഈ പവർ റൂമിൽ പോയി ഇനി എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ കേൾക്കണം, പിന്നെ എല്ലാവരുടെയും പ്രാക്ക് കേൾക്കണം, എല്ലാവരെയും പണിഷ് ചെയ്യണം. ലാലേട്ടൻ വന്ന് നമ്മളെ കുറ്റം പറയും, ബിഗ് ബോസ് വന്ന് നമ്മളെ കുറ്റം പറയും. അതിനെക്കാട്ടി ഭേദം പുറത്തുനിന്ന് കളിക്കുന്നത് തന്നെയാണ്. നോമിനേഷനിൽ വരും, ഫോർ എക്സാമ്പിൾ നോമിനേഷനിൽ വരും. അത് നോമിനേഷനിൽ വന്നാലേ നമുക്ക് വോട്ട് ഇതാവുള്ളൂ. അല്ലെങ്കിൽ പവർ ടീമിൽ നിന്ന് 8ാമത്തെ ആഴ്ച നോമിനേഷനിൽ വന്ന് ഔട്ടായി പോകും. നോമിനേഷനിൽ വരണം എന്നാണ് പറയുന്നത്. നന്നായിട്ട് കളിക്കാൻ നോമിനേഷനിൽ വരിക. അപ്പോൾ നമുക്ക് ജനങ്ങളുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും നോമിനേഷൻ വഴി. ഓക്കെ, ഒരു സമാധാനം ഉണ്ടാവും, ഒരു കോൺഫിഡൻസ് കിട്ടും ഓരോ ആഴ്ചയും സേവ് ആയിട്ട് വരുമ്പോൾ. അപ്പോൾ അതാണ് പവർ ടീമിൽ വരാൻ പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് വലിയ അങ്ങോട്ട് താല്പര്യം ഇല്ല. അതെ, നിഷാനയൊക്കെ അതൊന്ന് ഓടെയാണ് ചെയ്തത്. പക്ഷേ എനിക്കൊരു തമിഴ് ബിഗ് ബോസിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ കണ്ടസ്റ്റൻസിന് ഈ പവർ ടീം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇതായിട്ട് കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കണ്ടസ്റ്റൻസ്. ഇവിടെ എന്ന് പറഞ്ഞൊരു പിന്നോട്ട് വലിവ്, അത് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു വലിയൊരു ഭയങ്കര ഒരു സ്പേസ് എടുത്ത ഒരാളുണ്ട്, രതീഷ് പുറത്തു പോയതിനൊരു വിടവ് അവിടെയുണ്ട്. ആ വിടവിൽ കയറിയിട്ട് ഒന്ന് സ്കോർ ചെയ്യാൻ ആരും ഒന്നും ശ്രമിക്കുന്നില്ല. അതാണ് എനിക്കൊരു വിഷമം വന്നു പോയത്. അവിടെ കയറി അതിന് പകരം ജാസ്മിനും ഗബ്രിയുടെ സീൻസാണ് ഇടുന്നത്. അതാണ് ഏറ്റവും രസം, ഏറ്റവും കോമഡി. ഇവർ രണ്ടുപേരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. എനിക്കിനി അവരെക്കുറിച്ച് പറയാൻ എനിക്ക് മതിയായി. എന്തിനാ ബിഗ് ബോസേ വേണ്ട അവരെ നെഗറ്റീവ് അടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുന്നത് നമുക്ക് അല്ലേ? അതാണ് ഞാൻ പറയുന്നത്, എനിക്ക് പറയാൻ വയ്യ. അവർ നല്ല പ്ലെയേഴ്സാണ്, പക്ഷേ എന്ത് പറയാനാണ്, എനിക്ക് അറിഞ്ഞൂടാ. എല്ലാ വീഡിയോയിലും ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഞാൻ നിർത്തി. അപ്പോൾ അതിൻ്റെ
സ്പേസ് രതീഷിന്റെ സ്പേസിൽ ഇപ്പൊ ജാസ്മിനെയും ഗബ്രീനെയാണ് കാണിക്കുന്നത്. അപ്പൊ അത് കാരണം അവർ നെഗറ്റീവ് ആവുന്നു ഒരുപാട്. അപ്പൊ വേറെ ആരും ഇതിനകത്ത് കയറി കളിക്കുന്നുമില്ല. ഇന്ന് അപ്സര റോക്കിയോട് പറഞ്ഞു നിനക്ക് ക്യാപ്റ്റൻ ആയിക്കൂടെ, വലിയ താല്പര്യം, ഇപ്പൊ അവർ ക്യാപ്റ്റൻ ആവാന്ന്. അപ്പൊ അപ്സര പറഞ്ഞു പിന്നെ ഇപ്പൊ തന്നെ ആക്കും എന്നുള്ള രീതി. അപ്പോൾ ഇവിടെ ശ്രീരേഖയെ കുറിച്ചിട്ടാണ് പവർ ടീമിലുള്ള ആൾക്ക് നിലവിൽ ഒരു പ്രശ്നം. കാര്യം ശ്രീരേഖ പുറത്ത് നിന്ന് കളിക്കുകയാണ്, അകത്ത് നിന്നിട്ട് പുറത്തിറങ്ങി പവർ ടീമുമായിട്ട് നിന്ന് കളിക്കുകയാണ്, പവർ ടീമിനെതിരായിട്ട് കളിക്കുകയാണ്. അപ്പോൾ അത് യമുനയ്ക്കും ജാൻമണിക്കും അതേപോലെ തന്നെ ജാസ്മിനും ഗബ്രിക്കും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ഇഷ്ടപ്പെടില്ലല്ലോ. കാരണം നമ്മുടെ ടീമിനകത്ത് നിന്ന് പുറത്തുനിന്ന് കളിച്ചാൽ നമ്മുടെ ടീമിനെതിരെ നിന്ന് കളിക്കുന്ന അകത്ത് നിന്ന് തന്നെ നമ്മുടെ ടീമിനെതിരെ കളിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ല. ശ്രീരേഖ ഇവിടെ കളി മാറ്റി പിടിക്കുകയാണ്. ഇന്നലെ രാത്രിയെ ശ്രീരേഖ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളി മാറ്റി പിടിക്കുന്നുള്ളത്. അങ്ങനെ പുറത്ത് ബാക്കിയുള്ളവരുടെ കൂടെ പോയിട്ട് പവർ ടീമുകാരുടെ നെഗറ്റീവ്സ് പറഞ്ഞ് അവർ ആ പവർ ടീം പൊട്ടിക്കാൻ വേണ്ടി ശ്രീരേഖ നോക്കുന്നുണ്ട്. ശ്രീരേഖയ്ക്കും താല്പര്യമൊന്നുമില്ല. കാര്യം പുള്ളിക്കാരിക്ക് എനിക്കൊന്ന് നോമിനേഷൻസിൽ വരാൻ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി റിസ്ക് എടുക്കാൻ വേണ്ടി തയ്യാറായി ജയിക്കാൻ റെഡിയായി വന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സേഫായിട്ട് നിന്ന് കളിക്കാൻ വേണ്ടി വന്ന ആളല്ല. ഇപ്രാവശ്യത്തെ വുമൻ കണ്ടസ്റ്റൻസ് എല്ലാവരും അതിൽ ഭൂരിപക്ഷം, പ്രത്യേകിച്ച് ജാസ്മിൻ, അതേപോലെ അപ്സര, അതേപോലെ ശ്രീരേഖ, എനിക്കൊന്ന് യമുന ഒക്കെ എല്ലാവരും, ജാൻമണിയും കുഴപ്പമില്ല, ഇവരെല്ലാവരും കളിക്കാൻ വേണ്ടി വന്ന കണ്ടസ്റ്റൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ. കുറേ കാര്യങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട്, അതിൽ നെഗറ്റീവോ പോസിറ്റീവോ അങ്ങനെയൊന്നുമില്ല, കളിക്കും, ഞാൻ കളിച്ചിരിക്കും എന്നുള്ള രീതിയിൽ വന്ന കണ്ടസ്റ്റൻസ് ആണ് കൂടുതലും. അപ്പം അവർക്ക് അപ്പോൾ ഇത് ശ്രീരേഖയുടെ ഒരു ഗെയിമാണ്. അപ്പോൾ ഇവർക്ക് ഇതുകൊണ്ട് ഭയങ്കര വിഷമം, എന്തിനാ അങ്ങനെ ശ്രീരേഖ കളിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ സിജോനെയാണ് ശ്രീരേഖ സപ്പോർട്ട് ചെയ്യുന്നത്. സിജോനെ പവർ റൂമിനകത്ത് കയറ്റണമായിരുന്നു, ജാസ്മിനെ അല്ല എന്നുള്ളത് അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഇപ്പോൾ ശ്രീരേഖയ്ക്ക് സിജോനെ കയറ്റണം, കളി മാറ്റണം, മറ്റേ യമുനയ്ക്ക് ജാസ്മിനെ കയറ്റണം, കളി മാറ്റണം, എല്ലാവർക്കും ഓരോരുത്തരുടെ ഗെയിം, അത്രേ ഉള്ളൂ. അപ്പം റോക്കി വന്ന് പറയാണ്, റോക്കി ഈ യമുനയെടുത്തും ജാൻമണിയെടുത്തും പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളൊരു റൂള് വെക്കണം, കോമൺ റൂളുകൾ ഓരോന്ന്, ഉറങ്ങിയാൽ ഇത്, ഇത് ഡ്യൂട്ടികൾ തെറ്റിച്ചാൽ ഇത് എന്ന് പറഞ്ഞൊരു ചിട്ട് വെക്കണം. അല്ലാണ്ട് എണീറ്റ് ഓടുക, പാടുക, എന്നൊന്ന് എണീറ്റ് നിൽക്കുക അരമണിക്കൂർ, ഇങ്ങനത്തെ പണിഷ്മെൻറ്റ്സ് അല്ല കൊടുക്കണം. ഒരുമാതിരി ഇൻസൾട്ടിങ് രീതിയിലുള്ള പണിഷ്മെൻ്റാണ്. അങ്ങനെ അല്ല ചെയ്യേണ്ടത്. ജാൻമണിയോട് പറഞ്ഞു, ജാനു നീ ഇങ്ങനെ കിടന്ന് ദേഷ്യം പിടിക്കരുത്. ഞാൻ ദേഷ്യം പിടിക്കില്ല, അറിയാണ്ട് ദേഷ്യം പിടിച്ചു പോയതാണ് എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ നമ്മുടെ ആളെ തന്നെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷമമാവില്ലേ എന്നുള്ള രീതിയിലാണ് ശ്രീരേഖയെക്കുറിച്ച് ജാൻമണി പറയുന്നത്. ഓക്കെ ശരി. ഇവിടെ നോറ, അതെ ഞാനൊരു കാര്യം പറയട്ടെ, ഓള് ജാസ്മിനെ അവള് കിച്ചണിൽ കയറലുണ്ടോ, ഓള് പാത്രം കഴുകാൻ കയറലുണ്ടോ? അപ്പോൾ ഇല്ല, അവള് കയറലേ ഇല്ല എന്നൊക്കെയാണ് യമുന പറയുന്നത്. ഓളെന്തിനാ ഇപ്പം പാത്രം കഴുകാൻ വേണ്ടി വന്നേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റ്. ഓക്കെ എൻ്റെ ചായ ഭയങ്കര ഇഷ്ടമായിട്ടില്ല എന്ന്, ബാക്കിയുള്ളവർക്കൊക്കെ എൻ്റെ ചായ ഇഷ്ടപ്പെട്ടു, ഓളുടെ ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരി സത്യം പറഞ്ഞാൽ ജാസ്മിൻ ഉണ്ടാവുന്ന ഈ നെഗറ്റീവ് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നോറ, യൂസ് ചെയ്യുന്നത്, ഗെയിം കളിക്കുന്നുണ്ട്. ഇതിവിടെ ശ്രീരേഖയും ജാൻമണിയും കൂടെ സംസാരിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ഇവരെ പറഞ്ഞു തീർക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അപ്സര വന്നിട്ട് പറയുന്നത്, എന്തൊക്കെയാണെങ്കിലും ശരി തന്നെ ദയവ് ഇത് നിങ്ങൾ രണ്ടുപേരും, ശ്രീരേഖയും ജാൻമണിയും ദയവ് ഇത് ആ പവർ റൂമിൽ നിന്ന് പോകരുത്, ദയവ് ഇത് നിങ്ങൾ രണ്ടുപേരും വേണം, പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, അത് കഴിഞ്ഞ് മനസ്സിലായോ, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രീരേഖ പറഞ്ഞു എനിക്കിത് തരാൻ പറ്റും, കാര്യം എനിക്ക് അവിടെ നിന്ന് പോകണം. ശ്രീരേഖയ്ക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല, കാര്യം ശ്രീരേഖയ്ക്ക് പുറത്തിറങ്ങി നിന്ന് കളിക്കണം എന്നാണ് താല്പര്യം, അത് നോമിനേഷനിൽ വരണമെന്നും താല്പര്യമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്, വേറെ ഒരു സംഭവം ഇല്ലടാ, ഒരു സംഭവമില്ല. ഞാനൊക്കെ ഇടയ്ക്ക് ഉറങ്ങി വീണത്, എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ടാസ്ക് ഇല്ല, ഇനി ടാസ്ക് വരുമോ എന്നറിയില്ല, കാരണം ഇത്രയും താമസിച്ചു. ഇനി എപ്പോഴാണ്, ഇനി രാത്രിയാണോ ടാസ്ക് കൊടുക്കണമെന്ന് ഒരു പിടിയില്ല. അവർ തന്നെ അവിടെ ടാസ്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല, നാളെ ആയിരിക്കും ടാസ്ക്, നാളെ ട്വിസ്റ്റ് ഉണ്ടാവും. എന്തായാലും ഇന്നത്തെ പ്രൊമോ ഇല്ലേ, അതിന് വേണ്ടി ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇന്നത്തെ പ്രൊമോ, അതായത് നാളത്തെ പ്രൊമോ, അതിനുവേണ്ടി ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. ഇനി ഒന്നും ഉണ്ടാവില്ലേ, അത് എന്തെങ്കിലും മാരകമായിട്ട് ഉണ്ടാവുമെന്ന് കണ്ടറിയാം. എന്തെങ്കിലും ഉണ്ടാക്കണം, വൈൽഡ് കാർഡോ എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ ഭയങ്കര അവർ തന്നെ ഇരുന്ന് പറയുന്നുണ്ട്. കാര്യം അവർ തന്നെ ഒരു സിങ്കായി. അർജുനും സിജോയും മറ്റേ ഋഷിയൊക്കെ സിങ്കായി. ഇനി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുമോ ഒരു പിടിയുമില്ല. ഋഷി ഇനി അടുത്ത നോമിനേഷന് മാത്രമേ വാതുറക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സിങ്കായി കഴിഞ്ഞാൽ പിന്നെ സീസൺ 5 പോലെയാവും, ഒന്നും കളിക്കൂല. എനിക്കറിയില്ല എന്താന്ന്. പിന്നെ കുറച്ച് പേർക്കാണെങ്കിൽ വെറുതെ ഇരുന്നാലും തന്നെ വോട്ടും കിട്ടുന്നുണ്ട്, അതെനിക്ക് അറിഞ്ഞുള്ളൂ. അതൊക്കെ മറിമായം തന്നെയാണ് ഈശ്വര, എല്ലാ സീസണിലും ഉണ്ടാവും ഇത്. അങ്ങനെ കുറേ എണ്ണം. ഇതാണെങ്കിൽ എന്ത് കളിച്ചാലും നെഗറ്റീവായിട്ട് കുറച്ച് പേര് അതവിടെ. അപ്പോൾ എന്തായിരുന്നാലും എൻ്റെ ഇൻ്റർവ്യൂ പോയിട്ട് എല്ലാവരും കാണുക. അപ്പോൾ ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അപ്ഡേറ്റ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ.